വിഗ്രഹത്തിന്റെ ചുറ്റും അവർ താളമിട്ട് നൃത്തം ചവിട്ടുന്നു, അവർ കയ്യടിക്കുന്നു, അവർ താളം മുട്ടുന്നു. അതേ, ഈ രൂപത്തിൽ ഇങ്ങനെ വിഗ്രഹങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ പടച്ച റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന കേന്ദ്രങ്ങളുടെ ചുറ്റും ചെണ്ടയടിക്കലും ബാൻഡടിക്കലും കുഴൽ വിളിക്കലും ആട്ടവും ചാട്ടവും പേക്കൂത്തും തുള്ളിച്ചാടലുമെല്ലാം യഹൂദിയുടെ സംസ്കാരം തന്നെ. ആ സംസ്കാരം അതാ കണ്ടോ നിങ്ങൾ. കലന്തർ ബാബയുടെ സമീപത്തും ചെണ്ട മുട്ടുന്നു, ബാൻഡടിക്കുന്നു. ചെണ്ട കാണുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ആ ചെണ്ടയുടെ നടു കുടുങ്ങിയിട്ടില്ല. നടുകുടുങ്ങിയ ചെണ്ട മാത്രമേ ഹറാമുള്ളൂ, മറ്റേ ചെണ്ടയാണെങ്കിൽ ഹലാലാണെന്നാണ് കേരളത്തിലെ അതേ മുസ്ലിയാക്കന്മാരുടെയും വാദം. നിഷേധിക്കാനാവില്ല. ഈ രംഗങ്ങളൊക്കെ കാണുമ്പോ ചിലപ്പോ നാളെ വല്ല സഖാഫിമാരോ അഹ്സരിമാരോ ഒക്കെ വന്നിട്ട് പറയും, ഓ മൗലവിമാരെ, നിങ്ങളെന്തിനാ ഇവിടെ ചെണ്ടയടിച്ചു തുള്ളുന്ന ആ സ്ക്രീനിലിട്ട് കാണിച്ചതെന്തിനാ മൗലവിമാരെ? ഞങ്ങളതൊക്കെ പണ്ടേ എതിർത്തതല്ലേ, തനിച്ച ഹറാമാണത് എന്നൊന്നും വന്ന് ഞെളിഞ്ഞ് പറയണ്ട. നിങ്ങളുടെ ഹോജമാരുടെ ഫത്വകൾ ഇന്നും ഹയാത്തിലുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ മുഫ്തി, ഏറ്റവും വലിയ ഗ്രാൻഡ് മുഫ്തി, ഏറ്റവും വലിയ മതവിധി പുറപ്പെടുവിക്കാൻ 4 മദ്ഹബിലും അവഗാഹം നേടിയ പണ്ഡിതനെന്ന് നിങ്ങൾ പറയുന്ന ശാലിയാത്തി ഇല്ലേ, ആ ശാലിയാത്തി, അഹമ്മദ് കോയ ശാലിയാത്തി, അയാളുടെ ഫത്വ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇവരുടെ പ്രസിദ്ധീകരണമായ സുന്നി വോയിസിൽ അത് വന്നിട്ടുണ്ട്. ചെണ്ടയടിക്കുന്നത് ഹലാലാണ്, കുഴൽ വിളിക്കുന്നത് ഹലാലാണ്, അതൊന്നും ഹറാമാണെന്ന് പറയാൻ പറ്റില്ല. കൂബത്ത് ഒഴികെയുള്ള ചെണ്ടകളൊക്കെ അനുവദനീയമാണ്. കൂബത്തെന്ന് പറഞ്ഞാൽ നടുകുടുങ്ങിയ ചെണ്ടയാണ്, അതല്ലാത്തതൊക്കെ അനുവദനീയമാണ് എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് നിങ്ങൾക്കിതിൽ നിന്ന് കൈ കഴുകി രക്ഷപ്പെടാനാവില്ല. ഇപ്പേ കൂത്തും നിങ്ങളാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ തിരുത്തി പറയണം, ശാലിയാത്തി പറഞ്ഞ ഫത്വ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾക്കങ്ങനെ അഭിപ്രായമില്ലെന്നൊന്ന് തുറന്നു പറ. കേട്ടോ, ആ കലന്തർ ബാബയുടെ ദർഗയുടെ സമീപത്തും പരിസരങ്ങളിലും ചാടി ഓടി നടന്നുകൊണ്ട് ചെണ്ടമുട്ടുന്ന ആ രൂപത്തിലുള്ള ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ഭാഗത്തെ ഒന്ന് കണ്ടോളൂ. ഇസ്ലാമും ഇവരുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും. यहाँ नहीं, वहां भी कह दूंगा ये मेरा पीर बादशाह है. मुझसे याराने अदम ने ये अगर फरमाया, मुझसे याराने अदम ने ये अगर फरमाया, हसरत आबाद जहां से तुझे क्या हाथ आया, हसरत आबाद जहां से तुझे क्या हाथ आया. मैं कहूंगा कि बस एक रहबरे का मिल पाया, मैं कहूंगा कि बस एक रहबरे का मिल पाया. जिंदगी की यही दौलत है. മൂസാ അലൈഹിസ്സലാം വന്നപ്പോ തൗറാത്തിന്റെ പലകകളുമായി വന്നു നോക്കുമ്പോ താൻ തൗഹീദ് പഠിപ്പിച്ച് വളർത്തിയുണ്ടാക്കിയ ജനത ഇതേപോലെ ഒരു പശുക്കുട്ടിയുടെ കോലമുണ്ടാക്കിയിട്ട് അതിന്റെ ചുറ്റും നിന്ന് ആടി തിമർക്കുകയായിരുന്നു. എത്ര വേദനിച്ചു ആ മഹാനുഭാവന്റെ ഹൃദയം, എത്രത്തോളം ആ മഹാനായ പ്രവാചകന്റെ മനസ്സ് വേദനിച്ചിരിക്കും. പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ആടിത്തിമർക്കുന്ന രംഗം കണ്ട് മനസ്സ് വേദനിക്കുന്നുവോ?
അതേ അന്ന് യഹൂദി നടപ്പാക്കിയ, അന്ന് സാമിരി തുടക്കം കുറിച്ച ഈ ആട്ടവും തുള്ളലുമതാ പച്ചത്തലപ്പാവും കെട്ടിയിട്ട് ചെണ്ടയുമടിച്ചുകൊണ്ട് തുള്ളുമ്പോൾ, ഓ മുസ്ലിയാക്കളെ, നിങ്ങൾക്ക് ശാലിയാത്തിയുടെ ഫത്വ കൂടി ഇതിന് മേമ്പൊടിയായി ചേർത്തു കൊടുക്കുമ്പോ ഇതരുതെന്ന് പറയാൻ അതേ അവകാശമുള്ള അർഹതയുള്ള ഒരൊറ്റ സംഘടന ഇന്ന് രാജ്യത്തുണ്ടെങ്കിൽ അത് സലഫികളാണ്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ ആദർശത്തിലേക്ക് കടന്നു വന്നോ. ഈ രൂപത്തിലുള്ള ദുഷ്പ്രവർത്തനങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ആണും പെണ്ണുമതാ ഒരുമിച്ചുകൊണ്ട് ഒഴുകിയെത്തുകയാണ്. സ്ത്രീ പുരുഷന്മാരുടെ സങ്കലനമാണ് നടക്കുന്നത്. ആണും പെണ്ണുമതാ ഒന്നിച്ച് വലിയ ആഹ്ലാദത്തോടെ ഒരു മര്യാദകളും പാലിക്കാതെ ഇടകലർന്ന് തൊട്ടുരുമ്മിക്കൊണ്ട് ഇത്തരത്തിലുള്ള വേദികളിലേക്ക് ഒഴുകുമ്പോൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ, സഹോദരന്മാരെ, ഈ കുതിപ്പ് നരകത്തിലേക്കാണ്. ഇപ്പോക്ക് നരകത്തിലേക്ക് തന്നെ. രക്ഷപ്പെടണോ? മരണത്തിന്റെ മുമ്പേ ചിന്തിച്ചോളണം. പടച്ച റബ്ബ് പഠിപ്പിക്കുന്ന വെളിച്ചം എന്താണെന്നറിഞ്ഞോളണം. ഇരുട്ടിന്റെ വക്താക്കളെ തിരിച്ചറിഞ്ഞോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അവിടുത്തെ മദീനത്തെ പള്ളിയിലേക്ക് നിസ്കാരത്തിന് ആണുങ്ങളും പെണ്ണുങ്ങളും വന്നിരുന്നല്ലോ. മക്കയിലെ പള്ളിയിലേക്ക് വന്നിരുന്നല്ലോ. ബൈത്തുൽ മുഖദ്ദസിലും പോകുന്നുണ്ടല്ലോ. അത്തരം പള്ളികളിലേക്ക് പോലും ജുമഅക്കും ജമാഅത്തിനും പുരുഷന്മാര് പോകുമ്പോൾ, സ്ത്രീകൾ പോകുമ്പോൾ അതേ അതിനെ തടയിടാൻ പെണ്ണ് പള്ളിയിൽ പോയി ഇബാദത്ത് ചെയ്യൽ അത് പാടില്ല, കടുത്ത ഹറാം തന്നെ എന്നും പ്രസംഗിച്ചുകൊണ്ട് പെണ്ണുങ്ങളെ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് ഇബാദത്തിന് സുജൂദിന് വേണ്ടി പോകുന്നത് തടയുന്ന പാതിരിമാർ അതേ ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിലേക്ക് പെണ്ണുങ്ങളെ കയറൂരി വിടുന്നു. അതിലവർക്ക് പർദ പ്രശ്നമല്ല, അതിലവർക്ക് ഹിജാബ് പ്രശ്നമല്ല, അതിലവർക്ക് ഒന്നും പ്രശ്നമല്ല. പെണ്ണും വരട്ടെ ജാറത്തിലേക്ക്, ആണും വരട്ടെ ജാറത്തിലേക്ക്, അതൊന്നും കൂടാതെ ഒക്കില്ലല്ലോ. നേർച്ചപ്പണം വീഴണ്ടേ, ആഭരണങ്ങൾ വീഴണ്ടേ, അതേ പല രൂപത്തിലുള്ള കാണിക്കകളും നേർച്ചകളുമൊക്കെ കിട്ടണ്ടേ. അതിനെന്ത് തോന്നിവാസം ചെയ്തിട്ടാണെങ്കിലും ഇത്തരത്തിലതാ ആടുങ്ങളെയും പെണ്ണുങ്ങളെയും ഇത്തരം പേക്കൂത്തിന്റെ രംഗങ്ങളിലേക്ക് കയറൂരി വിടുന്ന അതേ അങ്ങനെ നടന്ന ഒരു രംഗവും കൂടി കലന്തർ ബാബയുടെ പരിസരത്ത് നടന്നത് കണ്ടോ. ഉമ്മമാരെ, സഹോദരന്മാരെ, ഇസ്ലാം എന്ന് പറയുന്നത് ഈ കാണുന്നതല്ല. കണ്ടോളൂ ആ രംഗം. और सबकी अकीदतों का सफर जाओ गली में, रहमत खुदा की शाम सहर जाओ गल में, इरफां का राज और कलमे का घर जाओ गल में है, तौबा में नजारे है नजर जाओ गल में, तौबा में नजारे है नजर जाओ गल, मत खुदा की शाम सहर जाओ गल में, इरफां का राज और कलमे का घर जाओ घर जाओ गल, मत खुदा की शाम सहर जाओ गल में, इरफां का राज और कलमे का घर. കണ്ടോ സഹോദരങ്ങളെ, സിയാറത്തിന്റെ പേരും പറഞ്ഞ് ആണും പെണ്ണും ഒന്നിച്ച് ഒഴുകുകയാണ് ദർഗയിലേക്ക്, മഖാമുകളിലേക്ക്. എന്തിന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിന് എതിര് ചെയ്യാൻ. എന്താണ് അവിടുന്ന് പ്രഖ്യാപിച്ചത്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഓ നബിയെ പ്രഖ്യാപിക്കൂ, ഈ സമൂഹത്തെ പഠിപ്പിക്കൂ നബിയെ. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഞാൻ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന സുന്ദരമായ ഇസ്ലാമിന്റെ ആദർശത്തെ അതിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദമാണെന്നും പ്രാർത്ഥന മറ്റുള്ളവരോടും ആവാമെന്നതാണ് ശരിയായ മുസ്ലിമിന്റെ വാദമെന്ന് വരെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർ അവരുടെ ശർറിൽ നിന്ന് അല്ലാഹു ഈ സമുദായത്തെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആ പ്രവൃത്തി ചെയ്യാൻ അവരെ വിളിച്ചുകൊണ്ട് ഓ പീർ കലന്തർ ബാബാ എന്നും പറഞ്ഞുകൊണ്ട് തേടുവാൻ വേണ്ടി സ്ത്രീ പുരുഷന്മാരെ കയറൂരി വിട്ട് സിയാറത്ത് എന്ന പേരും പറയുന്നു. ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണോ ഈ പേക്കൂത്തുകൾ? അവിടുന്ന് പഠിപ്പിച്ചതാണോ ഈ ആചാരങ്ങൾ? മാത്രമല്ല, കലന്തർ ബാബയുടെ പേരിൽ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ 2 ജാറമാണ് പോലും. 2 ജീവിതകാലത്തെ കുഴിച്ചു വെച്ചിരുന്നു പോലും, മണലിട്ട് മൂടി നിറച്ചതായിരുന്നു പോലും. അതേ മരണം നടന്നപ്പോൾ അതിലൊന്നിൽ മൂപ്പരെ അടക്കം ചെയ്തിട്ട് മറ്റേതും മൂടി ജാറമാക്കിയിരിക്കുന്നു പോലും. എന്തിനാണെന്നോ? ഇടക്കിടക്കൊന്നും മാറിക്കിടക്കണ്ടേ. ഞാൻ അവിടെയും ഉണ്ടാകും, ഞാൻ ഇവിടെയും ഉണ്ടാകും. ഔലിയക്കൊന്ന് ഇടക്കൊന്ന് മാറണം തോന്നിയ റൂമൊന്ന് ചേഞ്ച് ചെയ്യണ്ടേ. അതേ ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത് പുതിയങ്ങാടിയിലും 2 ജാറമുണ്ട്. ഒരൊറ്റ വ്യക്തിക്ക് തന്നെ 2 ജാറമുണ്ട്, 2 ഖബറുണ്ട്. യാഹൂത്തങ്ങളുപ്പാപ്പാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളുടെ പേരിലതാ പുതിയങ്ങാടിയിൽ 2 ജാറമാണ്. ഈ 2 ജാറം എങ്ങനെ വന്നു? അതേ അയാൾ മരണപ്പെട്ടപ്പോ ഇതൊരു വൻ വ്യവസായമാണല്ലോ ഈ ജാറ വ്യവസായം. മുതൽ മുടക്കില്ലല്ലോ. ഒരു 4 വരി കല്ല് കിട്ടിയാൽ, ഒരു ചട്ടി സിമന്റും മണലും കിട്ടിയാൽ, അതേ അതിന്മേൽ മൂടാനൊരു തുണിയും കിട്ടിയാൽ, ഒരൽപ്പമൊന്ന് പെയിന്റും അടിച്ചു കഴിഞ്ഞാൽ, ഒരു നിലവിളക്കും കൊളുത്തിക്കഴിഞ്ഞാൽ, ഒരു ചന്ദനത്തിരിയും സാമ്പ്രാണിയും പുകച്ചു കഴിഞ്ഞാൽ, ഒരൽപ്പമൊന്ന് അത്തറും പുരട്ടി ഒരു പ്രത്യേകമായ അന്തരീക്ഷമങ്ങ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ലക്ഷോപലക്ഷം അവിടെ സംഖ്യ പിരിഞ്ഞു കിട്ടാൻ പ്രയാസമില്ലല്ലോ. വൻ വ്യവസായം തന്നെ. ആ വ്യവസായത്തിന് വേണ്ടിയതാ കടിപിടി കൂടും ആളുകൾ. ഒരാൾ മരണപ്പെട്ടാൽ എനിക്ക് കിട്ടണം എന്ന് പറയും. ഒരുപക്ഷേ പിടിവലി കൊണ്ട് ഒരാൾക്ക് കൈ കിട്ടിയേക്കും, ഒരാൾക്ക് കാല് കിട്ടിയേക്കും. ഇനി എന്ത് കിട്ടിയാലും വേണ്ടില്ല, ഒരേ മയ്യത്ത് തന്നെ 5-6 കഷ്ണങ്ങളാക്കപ്പെട്ടാൽ കാലൊരുത്തന്നെ കിട്ടിയാൽ അവിടെ കാലൗലിയുണ്ട്, കാലിന്റെ മുട്ട് കിട്ടിയാൽ അവിടെ മുട്ടുങ്ങലൗലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയും. വേറൊരുത്തന്നെ മറ്റൊരു കഷ്ണം കിട്ടിയാൽ ഓരോരുത്തരും ഓരോ കഷ്ണങ്ങളുമായി പോയിട്ട് അവിടെയൊക്കെ ജാറമുണ്ടാക്കുന്നു, പൂജ നടത്തുന്നു. തനിച്ച കുഫർ തന്നെ, ഇസ്ലാമല്ല. ഇത്തരത്തിൽ ആളുകൾക്കതാ ഇവര് ഫത്വയും കൊടുക്കുന്നു. അതൊക്കെ സ്വാഭാവികമാണ് പോലും. ഒരേ ഔലിയയുടെ പേരിൽ ഒരുപാട് കബറുകൾ ലോകത്തെങ്ങനെ വന്നോ എന്ന് ചോദിച്ചാൽ അതേ കേരള ശിയാക്കൾ എന്ന് പറയുന്ന സഖാഫിമാരും അഹ്സനിമാരും ഒക്കെ പറയും. അവരവരുടെ പുസ്തകങ്ങളിലൂടെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ എഴുതി വിടുകയാണെന്ന് ഔലിയാക്കൾ എന്ന് പറഞ്ഞോൽ അതേ സമുദ്രത്തിലെ വെള്ളത്തിലൂടെ ഊളിയിട്ട് നടക്കുന്ന മത്സ്യങ്ങളെപ്പോലെയാണ്. ഒരിക്കൽ ഇവിടെ നീന്തുമ്പോ തൊട്ടപ്പുറത്തേക്ക് പിന്നെയൊന്ന് പോകണമെന്ന് തോന്നി ആ മത്സ്യം അങ്ങോട്ട് നീന്തും. ഇങ്ങനെ ഔലിയാക്കളതാ ഭൂമിക്കടിയിൽ ഇങ്ങനെ കബറിലൂടെ അവരിങ്ങനെ നീന്തി തുടിക്കുകയാണ്. ചിലപ്പോൾ അവിടെയുണ്ട്, ചിലപ്പോൾ ഇവിടെയുണ്ട്, ചിലപ്പോൾ അപ്പുറത്തുണ്ട്, ചിലപ്പോൾ ഇപ്പുറത്തുണ്ട്. ഇങ്ങനെ മാറിക്കളിക്കുന്ന ഔലിയാക്കൾ ഇങ്ങനെ കബറിലൂടെ അവർക്കിങ്ങനെ മാറി മാറി താമസിക്കാൻ 2ഉം 3ഉം 10ഉം ഒക്കെ കബറുകൾ ഒരാളുടെ പേരിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ സംസ്കാരം എവിടെ നിന്ന് വന്നോ? തനിച്ച ജൂദായിസം തന്നെ, ഷിയായിസം തന്നെ.
അവരാണ് ഈ ഖബറുകൾക്ക് ചുറ്റും നടക്കുന്ന സർവ്വകൂത്തുകളുടെയും എല്ലാ രൂപത്തിലുള്ള ആചാരങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളത്. അതേ, നല്ല ബിസിനസ്സാണിത്, നല്ല വരുമാനമുള്ള മാർഗമാണെന്ന് കണ്ടാൽ ഏത് ഇടിഞ്ഞു പൊളിഞ്ഞ ഖബറും ഒന്ന് തട്ടിക്കുടഞ്ഞ് പെയിന്റടിച്ച് മോടികൂട്ടി പുതിയവരെ കെട്ടിടത്തിന്റെ ഉള്ളിലാക്കാൻ എല്ലാവർക്കും പൂതി തന്നെ. ഞാൻ ഈ സംസാരിക്കുന്ന പുത്തൂരിലും നിങ്ങൾക്ക് അനുഭവമല്ലേ? ഇക്കഴിഞ്ഞ മാസത്തിൽ ഇവിടെ ഒരു ദർഗ ഉദ്ഘാടനം ചെയ്തില്ലേ? ഇവിടെ ഒരു ദർഗ ഉദ്ഘാടനം ചെയ്തത് ജാറമാക്കിക്കൊണ്ടതാ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ആ രൂപത്തിൽ ഇവിടെ ഒരു പ്രത്യേകമായ സമ്പ്രദായം ഉണ്ടാക്കിയിട്ട് അവിടെ അതാ പൂക്കളർപ്പിക്കുന്നു. വലിയ വലിയ നേതാക്കളെന്ന് പറയുന്നവര് മലേഷ്യയിൽ നിന്ന് വന്നുപോലും, ബ്രൂണേയിൽ നിന്ന് വന്നുപോലും, ശ്രീലങ്കയിൽ നിന്ന് വന്നുപോലും, പാവം കേരളത്തിൽ വെള്ളം വിറ്റ് നടന്നവര് സഖാഫിയുണ്ട്. ഒരു കുപ്പി വെള്ളത്തിന് സഖാഫിയല്ല കാസിമി, ഒരു കുപ്പി വെള്ളത്തിന് 25,000 വെച്ച് 2 കുപ്പി രോമം വിറ്റ മുടിവെള്ളത്തിന് 50,000 ലേലം ചെയ്ത ഒരു പാവം കാസിമിയില്ലേ? റഹ്മത്തുള്ള എന്നാണ് പേര്. പക്ഷേ ഈമാനിന്റെ രംഗത്ത് തരിമ്പ് പോലും റഹ്മത്തില്ല കാസിമി. അയാളും പോലും ഇവിടെ വന്നിട്ടില്ലേ? ജാറങ്ങൾ കച്ചവടം ചെയ്യുന്ന കാലമാണെന്ന് ഒരു കാലത്ത് പ്രസംഗിച്ച് നടന്ന കാസിമി റഹ്മത്തില്ലാതെ പോയല്ലോ. എന്നിട്ടതാ ഇവിടെ വന്നിട്ട് കണ്ടില്ലേ സ്ക്രീനിൽ നിങ്ങൾ? അതേ, പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ജാറും പച്ചപ്പൂക്കളും അതുപോലെ തന്നെ വർണ്ണപ്പൂക്കളും പച്ചപ്പട്ടുകളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ജാറും, അത് ഡൊണേറ്റ് ചെയ്ത വ്യക്തികൾ, അതിന്റേതായ കുബ്ബയും അതുപോലെ തന്നെ മോഡലും, രാഷ്ട്രീയ നേതാക്കളുമുണ്ട്, ചെർക്കളവും മുമ്പിലുണ്ട്, എല്ലാ നേതാക്കളുമുണ്ട്. ഇവർക്കൊക്കെ വോട്ടല്ലേ വേണ്ടത്? അതേ, ഭൂരിപക്ഷത്തിന്റെ മുമ്പിൽ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താലെന്താ? പണ്ടൊരു പൊട്ടുതൊട്ട കേസും ഇച്ചങ്ങാതിക്കാണല്ലോ ഉണ്ടായിരുന്നത്. അതേ, ഈ രൂപത്തിൽ ഇങ്ങനെ ദർഗകളും മഖാമുകളും പുതുക്കി ഉണ്ടാക്കിയിട്ട് അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു നാട്ടിലതാ പടച്ച റബ്ബിന് ഏറ്റവും വെറുപ്പുള്ള സംഗതി, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. പടച്ച റബ്ബവനിൽ ഒരിക്കലും പങ്കു ചേർക്കുന്നത് പൊറുക്കൂല എന്ന് പറഞ്ഞ് ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകം ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ജാറം മുത്താനുള്ള ഏർപ്പാടുകൾ, അവിടെ ജാറം മൂടാനുള്ള സംവിധാനങ്ങൾ, നേർച്ച കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, വിളക്ക് കൊളുത്താനുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെ ജാറവും കെട്ടിടങ്ങളും മുഖാമുകളും ഉണ്ടാക്കിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന മനുഷ്യ, നീയങ്ങ് മരിച്ചുപോയാലും മണ്ണായി എല്ലാ ഇനി നുരുമ്പിപ്പോയാലും ഈ ദർഗ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം അവിടെ നടത്തുന്ന സർവ്വ എല്ലാ തെമ്മാടിത്തത്തിന്റെയും വിഹിതം നിന്റെ അക്കൗണ്ടിലേക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ. നന്നായി ആലോചിച്ചോളണം. ഇത്തരം കാര്യങ്ങളോട് സഹകരിക്കുന്നവർ, ഇത്തരം കാര്യങ്ങൾക്ക് പണം കൊടുക്കുന്നവർ, ഇത്തരം കാര്യങ്ങൾക്ക് സംഭാവനകൾ കൊടുക്കുന്നവര് അവര് മനസ്സിലാക്കിക്കോ, പടച്ച റബ്ബിന്റെ മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ നീരയും പട്ടുപുതച്ചിട്ടില്ല, ഒരു ഖബറിന്റെ മുകളിലും പൂക്കൾ വിതറിയിട്ടില്ല, ഒരു ഖബറും ഒരു ചാണിലപ്പുറം ഭൂമിയിൽ നിന്ന് ഉയർത്തിയിട്ടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരേ സ്ഥലത്തല്ലേ ഉള്ളത്? അതൊക്കെ കണ്ട മഹാന്മാരായ സ്വഹാബിമാര് താബിഈങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഒരു ചാണിലപ്പുറം അതൊന്നും ഉയർത്തപ്പെട്ടിട്ടില്ലെന്ന്. എത്രത്തോളം നാദാപുരത്ത് പ്രസംഗിച്ച മുസ്ലിയാർക്ക് പോലും അറിയാതെ അയാളുടെ നാവിൽ നിന്ന് വീണുപോയില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറും ഒരു ചാട് മാത്രമാണ് ഉയരം, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപമെന്ന് അയാളുടെ നാവിൽ നിന്ന് പോലും വീണത് നാദാപുരത്തെ CD ഒന്ന് കണ്ടാൽ നിങ്ങൾക്കും കാണാമല്ലോ. ആ പുണ്യമുള്ള രൂപമാണ് മുജാഹിദുകൾ നിർവഹിക്കുന്നത്.
ഒരു ചാണിലപ്പുറം അവർ ഉയർത്താറില്ല. ആരുടേതാണെങ്കിലും ഖബർ ഒരു ചാണിലപ്പുറം പൊക്കിക്കൂടാ, അതിന്മേൽ കുമ്മായമിട്ടുകൂടാ, സിമന്റിട്ടുകൂടാ, വസ്ത്രം കൊണ്ട് മൂടിക്കൂടാ, അതിനെ ചുംബിച്ചുകൂടാ, അതിനെ തടവിക്കൂടാ, അതിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നുകൂടാ, അതിനെ പ്രദക്ഷിണം വെച്ചുകൂടാ, അവിടെ വിളക്ക് കൊളുത്തിക്കൂടാ. ഈ സംസ്കാരങ്ങളൊക്കെയും മിൻ സുനനിൽ യഹൂദ്, അത് യഹൂദിന്റെ ആചാരങ്ങളിൽപ്പെട്ടതാണ്, അത് നസ്രാണിയുടെ ആചാരങ്ങളിൽപ്പെട്ടതാണെന്ന് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ സമീപത്തേക്ക്, ആ ഖബറുള്ള റൂമിനെ സമീപിക്കുമ്പോൾ പോലും മദീനയിൽ ചെന്നാൽ ആ ഖബറുള്ള റൂമിന്റെ അതിന്റെ ജനലുകളിലോ ചുമരുകളിലോ തൊടുകയോ മുത്തുകയോ ഒന്നും ചെയ്യാതെ അതപോടെ മാറി നിൽക്കണേ എന്ന് പഠിപ്പിക്കാത്ത പണ്ഡിതന്മാരുണ്ടോ? എന്ന് പഠിപ്പിക്കാത്ത ഉലമാക്കളുണ്ടോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശത്തെ വലിച്ചെറിഞ്ഞിട്ട് ഓരോരുത്തരുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ചാറങ്ങൾ, അവരുടെ ജീവിതകാലത്ത് അവർ സിഗരറ്റ് വലിച്ചവരായാലും കുഴപ്പമില്ല, അവരിങ്ങനെ നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ച് നടക്കുന്ന തങ്ങയായാലും കുഴപ്പമില്ല, ബീഡി പള്ളിക്കകത്ത് വെച്ച് വലിക്കുന്ന തങ്ങയായാലും കുഴപ്പമില്ല, ഈ രൂപത്തിൽ ഇങ്ങനെ അവരുടെ പേരിൽ ജാറമുണ്ടാക്കി അവരുടെ പേരിൽ ദർഗയും മഖാമും ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ജനങ്ങളെ, പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെന്നാൽ രക്ഷയില്ല. രക്ഷ വേണോ? തൗബ ചെയ്ത് മടങ്ങിക്കോ, സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങിക്കോ. ഇതാണ് അതുമായി ബന്ധപ്പെട്ട എന്റെ സർവ്വ സഹോദരങ്ങളോടും എനിക്കുണർത്തുവാനുള്ളത്. പ്രിയ സഹോദരന്മാരെ, ഇസ്ലാമികമായി നാം മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഉലമാക്കൾക്കാണ്. ഉലമാക്കൾ അത് മൂടിവെച്ചാലോ? ജനങ്ങളോട് പറയേണ്ട കാര്യം മൂടിവെക്കുന്ന ഉലമാക്കലുണ്ടായാൽ ശാപമല്ലേ? എന്തേ യഹൂദിക്ക് ശാപം കിട്ടിയത്? എന്തേ യഹൂദി റബ്ബിമാർക്ക് ശാപം കിട്ടിയത്? എന്തേ യഹൂദി പുരോഹിതന്മാർക്ക് ശാപം കിട്ടാൻ കാരണമെന്താ മുസ്ലിമേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജനങ്ങളോട് തുറന്നു പറയാൻ കടപ്പെട്ട ഇസ്ലാമിന്റെ ആശയങ്ങളെ അവര് മൂടിവെച്ചു കളഞ്ഞു. ചിലതൊക്കെ അവർ ജനത്തിന്റെ മുമ്പിൽ പറഞ്ഞു. അവർക്ക് താല്പര്യമുള്ള, അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളൊന്നും ജനതയോട് പറയാതെ മൂടിവെച്ചു. അതുകൊണ്ട് അവർക്ക് ശാപമുണ്ടായി. ഇന്നും അതേ ദാരിമിമാരെന്ന് പറയുന്ന, സഅദിമാരെന്ന് പറയുന്ന അതേ അത്തരത്തിലുള്ള കക്ഷികളൊക്കെ അവർക്ക് പേര് വേണം, അവർക്ക് പ്രശസ്തി വേണം, അവർക്ക് ദുനിയാവിൽ സ്ഥാനം വേണം, അവരുടെ പത്രങ്ങളിൽ ഫോട്ടോകൾ വരണം, അവർക്ക് വലിയ പേര് കിട്ടണം, അവർക്ക് പണം കിട്ടണം. അതിനതാ മതസൗഹാർദ്ദത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവരിതാ ഇസ്ലാമിന്റെ ആദർശത്തിന്റെ കിടക്കൽ കത്തിവെക്കുന്നു. മുസ്ലിമേ, മതസൗഹാർദ്ദം എന്ന് പറയുന്നത് എന്താണ്? ഇവര് പറയുന്നത് പോലെയാണോ? ഓരോരുത്തരും അവരവരുടെ ആദർശമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള മണ്ണാണ് ഇന്ത്യ രാജ്യം. ആ ഇന്ത്യ രാജ്യത്ത് ഒട്ടേറെ മതത്തിന്റെ ആളുകളുണ്ട്. ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, ജൈന ബുദ്ധ മതവിഭാഗങ്ങളുണ്ട്, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുണ്ട്, ഒരു മതവും ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളുമുണ്ട്. ഓരോരുത്തരും അവരവരുടെ ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് ആരും തടസ്സമുണ്ടാക്കേണ്ടതില്ല. മുസ്ലിം അവന്റെ ഇബാദത്തുകൾ നിർവഹിക്കട്ടെ, ക്രൈസ്തവൻ അവന്റെ ആചാരങ്ങൾ നിർവഹിക്കട്ടെ. ആരും ഒന്നിനും തടസ്സപ്പെടുത്തണ്ട, ഒരാരാധനാലയവും തകർക്കണ്ട, ഒരു സ്ഥലത്തേക്കും കല്ലേറ് വേണ്ട, ഒരു സ്ഥലത്തും പോയി കുഴപ്പമുണ്ടാക്കണ്ട. ഓരോ മതത്തിന്റെ ആളുകളും അവരവരുടെ സംസ്കാരമനുസരിച്ച് സമാധാനത്തോടെ ഒരു നാട്ടിൽ ജീവിച്ചോട്ടെ. ആ ജീവിതത്തിനിടക്ക് ഒരു പാവപ്പെട്ടവനാണ് ഒരു ഹിന്ദു. ആ ഹിന്ദുവിന് രോഗം വന്നാൽ തന്റെ അയൽക്കാരനാണ്, അവൻ ഹിന്ദുവാണെങ്കിലും അവനെ ചികിത്സിക്കാൻ പണം മുടക്കേണ്ടതുണ്ട്. വിശക്കുന്ന ഹൈന്ദവനാണെങ്കിൽ അവനും ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. അയൽ
അയൽവാസി ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ആരാണെങ്കിലും നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ നീ ഇങ്ങനെ സുഖിച്ച് വയറും നിറച്ച് ഉറങ്ങിക്കിടക്കുന്നത് ശരിയായ ഇസ്ലാമിന് ചേർന്നതല്ല എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? അതാ സൗഹാർദ്ദം. മാനുഷികമായി നിലക്കുള്ള സഹായങ്ങൾ ചെയ്യുമ്പോ അവിടെ മതം നോക്കണ്ട, അവിടെ ജാതി നോക്കണ്ട, ഏത് കാര്യത്തിലും അങ്ങനെയാണ്. അതേ അവസരത്തിൽ ഒരു ഹിന്ദുവിന്റെ ആചാരം മുസ്ലിം ഈ പേര് കൊണ്ട് നടന്നുകൊണ്ട് അത് ചെയ്യണ്ട, അവിടെ പോയിട്ട് അക്കാര്യം ചെയ്യണ്ട. ഒരു പുഷ്പാർച്ചന നടത്തൽ ഒരു മുസ്ലിമിന്റെ പരിപാടിയല്ല. ആരുടേതാണെങ്കിലും ഒരു ചില്ലിട്ട ഒരു ഫോട്ടോക്ക് മുമ്പിൽ പൂമാലയും ചാർത്തി വിളക്കും കൊളുത്തിയിട്ട് അതിന്റെ മുമ്പിൽ പോയി പുഷ്പാർച്ചന നടത്തുന്നത് ഒരു മുസ്ലിമിന് പാടില്ലല്ലോ. അതൊരു സഅദി കൂടിയാണ് ചെയ്യുന്നതെങ്കിലോ, ഒരു മൊയ്ലിയാര് കൂടിയാണ് ചെയ്യുന്നതെങ്കിലോ, ഒരു മുസ്ലിയാർ വേഷധാരി കൂടിയാണ് ചെയ്യുന്നതെങ്കിലോ, പടച്ച റബ്ബേ, ഭ്രാന്ത് പിടിച്ചവനെ കെട്ടിയിടാനല്ലേ ചങ്ങല ഉപയോഗപ്പെടുത്തുന്നത്. ചങ്ങലക്കും ഭ്രാന്തായാലോ എന്താണ് മാർഗമുള്ളത്? കെട്ടിയിടേണ്ട ചങ്ങലക്കും ഭ്രാന്ത് പിടിച്ചാലുള്ള സ്ഥിതി എന്താണ്? കണ്ടോ, ഇതുപോലെ ഒരു ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ച ഒരു രംഗം നിങ്ങൾക്ക് കാണണോ? ഒരു സഅദിയതാ SSFന്റെ നേതാവാണ്, ഞങ്ങളുടെ ആളല്ലെന്ന് നാളെ ഇനി ആരും പറയണ്ട. ഓ SSFകാരാ, മുജാഹിദ് എന്ന് പറഞ്ഞാൽ വളരെ വിഷമം തോന്നി ദേഷ്യം പിടിക്കുന്ന SSFകാരാ, കണ്ടോ നേതാവ് ചെയ്യുന്ന പണി കണ്ടോ? സ്ക്രീനിൽ അതാ നോക്കൂ, മാലയിട്ട പൂമാലയിട്ട ഒരു ചില്ലിട്ട് സൂക്ഷിച്ച ഒരു ഫോട്ടോക്ക് പൂമാല ചാർത്തി അതിന്റെ മുമ്പിൽ കാണുന്ന വലിയ നിലവിളക്കിന്റെ സമീപത്ത് നിന്നുകൊണ്ട് പൂക്കൾ വിതറുന്നു, പുഷ്പാർച്ചന നടത്തുന്നു. ഇത് കാണുമ്പോ ആരും വിചാരിക്കണ്ട, മറ്റേ കക്ഷി പറയണ്ട അത് AP ഭാഗമാണെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറണ്ട. ഓ, നിങ്ങൾക്കും വരാനുണ്ട് മരുന്ന്, മറ്റേ കക്ഷിക്കും വരാനുണ്ട് മരുന്ന്. അതേ കല്ലേഗ ജുമാ മസ്ജിദ് ഖത്തീബ് ഒരു ദാരിമിയും ഇതേ പണി ചെയ്യുന്നത് കണ്ടോ? അയാളും അതാ പുഷ്പാർച്ചന നടത്തുന്നു. അതേ ചില്ലിട്ട് സൂക്ഷിച്ച പുമാലകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ദീപാലങ്കാരം കൊണ്ട് ദീപം വെച്ച് പ്രത്യേകമായി പൂജ നടത്തുന്ന സ്ഥലത്തതാ ഭവ്യതയോടെ തലപ്പാവുധാരിയായ ഈ മനുഷ്യൻ, ജുബ്ബയിട്ട മനുഷ്യനിതാ ഭക്തിയോടെ പോയിട്ടതാ സമർപ്പണം നടത്തുന്നു. ഇയാൾക്കിതുകൊണ്ടും മതിയായിട്ടില്ലല്ലോ. അതേ, മറ്റൊരു സമുദായത്തിന്റെ വക്താക്കൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതേ അവർക്കൊരാചാരമുണ്ട്, അവര് ഭൂമി പൂജ നടത്തും. ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് അവര് ഭൂമി പൂജ നടത്തും. ആ പൂജ നടക്കുന്ന സ്ഥാനത്ത് പോയി നിന്നുകൊടുത്തുകൊണ്ട് അവിടെയും ആ പൂജയുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഇതേ മനുഷ്യന് നിങ്ങളൊന്ന് കണ്ടോ? സ്ക്രീനിൽ കാണുന്ന രംഗം നോക്ക്. ഒരു പാത്രത്തിൽ ഒരു കൂജയിലതാ പാലെടുത്തിട്ട് ഈ മനുഷ്യൻ അറിയാതെ പോയല്ലോ, പാലെന്തിനാ ദാരിമി, പാല് എന്തിനാണ് ദാരിമി? അത് മണ്ണിലൊഴിക്കാനുള്ളതാണോ? മുസ്ലിമേ, ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമാണെങ്കിലും ആരാണെങ്കിലും പാല് എന്ന് പറയുന്നത് പടച്ച റബ്ബ് നൽകിയ ഒരു നല്ല വിശിഷ്ടമായ ഭോജ്യവസ്തുവാണ്, പാനീയമാണ്. അത് മണ്ണിലൊഴിച്ച് കളയാനുള്ളതല്ല, വിഗ്രഹത്തിന്റെ തലയിലൊഴിക്കാനുള്ളതല്ല, ജാറത്തിന്റെ മീതെ ഒഴിക്കാനും ഉള്ളതല്ല, ഒരു സ്ഥലത്തും ഒഴിച്ചു കളയാനുള്ളതല്ല. വിശക്കുന്ന മനുഷ്യ, ദാഹിക്കുന്ന മനുഷ്യ,